ഇസ്രായേൽ അടുത്ത ലക്ഷ്യം വയ്ക്കുന്നത് ഇറാൻ്റെ ഫോർദോയിലെ ആണവ നിലയമാണ്. ഈ മറ്റ് ആണവ നിലയങ്ങൾ പോലെയല്ല ഫോർദോയിലെ ആണവ നിലയം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പർവ്വത നിരകളിൽ വളരെ കട്ടിയുള്ള പാറക്കെട്ടുകൾക്കിടയിലാണ് ഈ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഭൂമിക്കടിയിൽ 260 അടി താഴ്ചയിൽ ആണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. നിരവധി സാങ്കേതിക സംവിധാനങ്ങളും ഒപ്പം കോൺക്രീറ്റും കമ്പിയും എല്ലാം ഉപയോഗിച്ച് വളരെ ശക്തമായ തോതിലാണ് ഈ ആണവ നിലയം നിർമ്മിച്ചിരിക്കുന്നത്. പെട്ടെന്നൊന്നും ഇതിനെ ആക്രമിച്ച് നശിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് ഇസ്രായേലിന് നന്നായിട്ടറിയാം. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് അവർ ആഗ്രഹിക്കുന്നത് അമേരിക്കയുടെ കൈവശമുള്ള ഒരു ബോംബുണ്ട്. ഒരു അത്ഭുത ബോംബാണത്. 14,000 കിലോ തൂക്കമുള്ള, ഓരോ ബോംബിലും 2,500 കിലോ സ്ഫോടക വസ്തുക്കൾ വഹിക്കുന്ന, അമേരിക്കയുടെ മാത്രം വിമാനങ്ങളിൽ നിന്ന് താഴേക്കിടാൻ കഴിയുന്ന അത്രയും വലിയ മാരകശേഷിയുള്ള ഈ ബോംബ് കൊണ്ട് മാത്രമേ ഈ ആണവ നിലയം തകർക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഇസ്രായേലിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ ഇത് ലഭിക്കാൻ ആഗ്രഹിക്കുന്നത്. മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ എന്ന ഇനത്തിൽപ്പെട്ട GBU 57A-B എന്നാണ് ഇതിന് അവർ പേരിട്ടിരിക്കുന്നത്. അസാമാന്യ വലുപ്പമുള്ള ഒരു ബോംബാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഇത് താഴേക്കിടാൻ കഴിയുകയില്ല. അമേരിക്ക ഇതിനു വേണ്ടി നിർമ്മിച്ച പ്രത്യേക വിമാനങ്ങളുണ്ട്, അവയിൽ നിന്ന് മാത്രമേ ഇതിടാൻ കഴിയുകയുള്ളൂ. ഈ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് 200 അടി താഴ്ചയിലേക്ക് ഇത് ഒറ്റയടിക്ക് കടന്നു പോവുകയും താഴെ എത്തിയതിന് ശേഷം മാത്രം സ്ഫോടനം നടത്തുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ രീതി. തുടർച്ചയായി ഈ ഭാഗത്തേക്ക്, ഒരു ഭാഗത്തേക്ക് തന്നെ ഇത്തരത്തിൽ ഈ ബോംബുകൾ ഇടുകയാണെങ്കിൽ ആ ഒരു ഭാഗം മുഴുവൻ എത്ര ആഴത്തിൽ വേണമെങ്കിലും ചെന്ന് നശിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ്.